അടുത്ത 3 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനുമുള്ള സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ജൂൺ 10 അതുമുതൽ 14 വരെ ഇതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ ഓറഞ്ച്, മഞ്ഞ അലേർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂൺ 11 ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും ജൂൺ 12 കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലുമാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂൺ 10 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ജൂൺ 11 പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. ജൂൺ 12 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലും 13 കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 14 എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലുമാണ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഈ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിലിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നദിക്കരയിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതും ഇവിടെ അനിവാര്യമാണ് എന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ തങ്ങളുടെ പ്രദേശത്തെ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുകയും പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കുകയും വേണം. ഇതിനായി തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുമായി അല്ലെങ്കിൽ അവരുടെ റവന്യൂ അധികാരികളുമായോ ബന്ധപ്പെടേണ്ടതുമാണ്. അടച്ചുറപ്പില്ലാത്ത വീടുകളിലും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിലും താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും അപകടാവസ്ഥ അതുണ്ടെങ്കിൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും അറിയിച്ചിട്ടുണ്ട്. ശക്തമായ മഴയുള്ളപ്പോൾ ഒരു കാരണവശാൽ പോലും നദികൾ മുറിച്ചു കടക്കുവാനോ ജലാശയങ്ങളിൽ കുളിക്കുവാനോ മീൻ പിടിക്കുവാനോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ ചെയ്യുന്നതും ഒഴിവാക്കേണ്ടതാണ്. അതേസമയം അനാവശ്യമായ യാത്രകൾ, അതായത് ഒട്ടും അത്യാവശ്യമല്ലാത്ത യാത്രകളെല്ലാം തന്നെ ഒഴിവാക്കണം. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ മാറ്റിവെക്കണമെന്നതും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ജലാശയങ്ങൾ കര കവിഞ്ഞ് ഒഴുകുന്നതിന് ഇടയുള്ളതിനാൽ തന്നെ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. ദുരന്ത സാധ്യതാ മേഖലയുള്ളവർ അടിയന്തരമായി തന്നെ എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കേണ്ടതാണ്. എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാണ്. സഹായങ്ങൾക്കായി തന്നെ 1077, 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടുന്ന അത് അനിവാര്യമാണ്. അതുമാത്രമല്ല, മുന്നൊരുക്കങ്ങളെയും സംബന്ധിച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് പുസ്തകം 2025 ലഭ്യമായതാണ്. കാലാവസ്ഥാ മുന്നറിയിപ്പുകളിലെ മാറ്റങ്ങൾ അനുസരിച്ചുകൊണ്ട് അലേർട്ടുകളിൽ മാറ്റം വരാനും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഔദ്യോഗിക പേജുകൾ ശ്രദ്ധിക്കണമെന്നതും ഇവിടെ ഈ ഒരു അറിയിപ്പിലൂടെ തന്നെ സൂചിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.